വിൻഡോസ് 11 അപ്ഗ്രേഡിന് ശേഷം അതിൻ്റെ റൈറ്റ് ക്ലിക്ക് മെനു കൺഫ്യൂസിംഗ് ആണോ? വിൻഡോസ് 10 റൈറ്റ് ക്ലിക്ക് മെനു നമുക്ക് തിരികെ കൊണ്ടുവന്നാലോ? എങ്ങനെയെന്ന് നോക്കാം. അതിന് നിങ്ങൾ രജിസ്ട്രി എഡിറ്റർ എടുക്കുക. രജിസ്ട്രി എടുത്തിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ലൊക്കേഷനിലേക്ക് പോകണം. അത് രജിസ്ട്രിയിൽ കറണ്ട് യൂസറിൽ സോഫ്റ്റ്വെയറിൽ ക്ലാസ്സസ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ CLS ഐ ഡിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ കീ എടുക്കുക. കീ എടുത്തതിന് ശേഷം അതിൻ്റെ കീയുടെ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തോളൂ. അതിനുശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ കീയുടെ അകത്ത് വേറൊരു കീ കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പേര് ഇൻപുട്ട് സെർവർ 32 എന്ന് കൊടുക്കുക. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിൻ്റെ ഡീറ്റെയിൽസ്. അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനകത്ത് കിട്ടുന്നൊരു ഫയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡാറ്റ വാല്യൂ അവിടുന്ന് എംപ്റ്റി ആവും. ആദ്യം വാല്യൂ നോട്ട് സെറ്റ് എന്നായിരുന്നു, അത് മാറ്റിയിട്ട് എംപ്റ്റി ആവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ടാസ്ക് മാനേജർ പോയിട്ട് നമ്മൾ വിൻഡോസ് എക്സ്പ്ലോറർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ പഴയ വിൻഡോസ് 10 പോലുള്ള റൈറ്റ് ക്ലിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഫോട്ടോ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഫുൾ ഡീറ്റെയിൽസുള്ള നമ്മുടെ പഴയ റൈറ്റ് ക്ലിക്ക് മെനു നമുക്ക് തിരിച്ച് കിട്ടിയതായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വിൻഡോസ് 11 തന്നെ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു രജിസ്ട്രി കീ ഉണ്ടല്ലോ, അത് അവിടെ പോയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ വിൻഡോസ് 11 റൈറ്റ് ക്ലിക്ക് മെനു ഒന്ന് തിരിച്ച് കിട്ടുന്നതായിട്ടും കാണാൻ പറ്റും കേട്ടോ. ഇനി ഇതുവരെ ചെയ്ത് നിങ്ങൾ കൺഫ്യൂസ് ആണെങ്കിൽ സിമ്പിളായിട്ടുള്ള വേറെ മെത്തേഡ് കൂടി ഞാൻ തരുന്നുണ്ട്. ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിൻഡോസ് 11 ക്ലാസിക് മെനു വേണോ അതോ ഡിഫോൾട്ട് കണ്ടെക്സ്റ്റ് മെനു വേണോ എന്നുള്ളതും അതിൽ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാണുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.